പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും NMP ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ. എന്താ ചാപ്റ്ററിൻ്റെ പേര്? ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ. ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ, പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി വീഡിയോ കാണുകയും പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളും പ്രയോഗങ്ങളുമൊക്കെ സമയത്ത് തന്നെ എഴുതി വെക്കുകയും ചെയ്യുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നും അതിന് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നും ഒക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള ശ്രമവും നടത്തുക. നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്ന പാഠത്തിലെ അഭ്യാസഭാഗം ചർച്ച ചെയ്യാം. നോക്കൂ, ബഹുത് സി ഐസി ചീസേ ഹെ. ഒത്തിരി ഐസി അങ്ങനെയുള്ള ചീസേ ഹെ, വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. ചീസ് എന്നതിന് രണ്ടർത്ഥമാണ്. ചില സ്ഥലത്ത് വസ്തുക്കളെന്നും ചില സ്ഥലത്ത് കാര്യങ്ങളെന്നും. ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരേമേ, അവകളെക്കുറിച്ച് മേ നഹി ജാൻത, എനിക്കറിയില്ല. ജാനിന എന്ന് വരുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ കോയുടെ അർത്ഥം ചേർത്ത് വായിക്കണം. കോ ചേർക്കാൻ പാടില്ല. അപ്പം മേം എന്നതിനിക്ക് ഞാൻ എന്നർത്ഥം വെച്ചാൽ പോരാ, എനിക്ക്. അതിനെക്കുറിച്ച് എനിക്ക് നഹി ജാൻത, അറിയുകയില്ല, അറിയുമായിരുന്നില്ല. ഇസ് കഥൻ സേ, ഈ പ്രസ്താവന കൊണ്ട്, ഇത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഒരു വാക്യമാണ്. ഇസ് കഥൻ സേ, ഈ പ്രസ്താവന കൊണ്ട് അല്ലെങ്കിൽ ഈ പറച്ചിൽ കൊണ്ട്, അക്ബർ ക, അക്ബർ ചക്രവർത്തിയുടെ, കോൻസ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൻസ എന്ന് പറയുമ്പോൾ ഏത് എന്നാണ് അർത്ഥം. ഏത് മനോഭാവം മെൻറ്റാലിറ്റിയാണ് പ്രകട് ഹോത്താ ഹെ, പ്രകടമാകുന്നത്. ഉത്തരം നോക്കൂ. ബാദ്ഷാഹ് അക്ബർ കി, ചക്രവർത്തിയായ അക്ബറിൻ്റെ, സാദ്ഗി, എളിമ, സിംപ്ലിസിറ്റി, ഇസ്മേം ദേഖ് സക്തേ ഹെ, ഇതിൽ അല്ലെങ്കിൽ ഇതിലൂടെ. മേം എന്ന് വരുമ്പോൾ ഇൽ എന്നാണ്. ഒരു വരെയും ഒരു കുത്തുമാണ് ഇൽ, രണ്ട് വരെയും ഒരു കുത്തുമാണെങ്കിൽ ഞാൻ എന്നാണ് അർത്ഥം. ഇസ്മേം ഇതിൽ അല്ലെങ്കിൽ ഇതിലൂടെ, ദേഖ് സക്തേ ഹെ, കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു. ബാദ്ഷാഹ് ഹോനെ പർ ഭി, ചക്രവർത്തി, ഹോനെ പർ ഭി, ആയിട്ട് പോലും, ചക്രവർത്തിയായിട്ട് പോലും. ഭി എന്ന് വരുമ്പോൾ കൂടി പോലും. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരർത്ഥമാണ് വരിക. ചക്രവർത്തിയായിട്ട് പോലും വേ, അദ്ദേഹം, കുച്ച് നാ കുച്ച് സീഖ്ന, കുച്ച് നാ കുച്ച്, എന്തെങ്കിലുമൊക്കെ, സീഖ്ന, പഠിക്കാൻ, ചാഹ്തേ ഹെ, ആഗ്രഹിക്കുന്നു, ഗ്യാൻ, അറിവ്, പാനെ കി ആകാംക്ഷ, അറിവ് നേടാനുള്ള ആകാംക്ഷ, ഹം, നമ്മൾ അല്ലെങ്കിൽ നമുക്ക്, ഇസ്മേം ദേഖ് സക്തേ ഹെ, ഇതിലൂടെ, ദേഖ് സക്തേ ഹെ, കാണാൻ സാധിക്കുന്നു. ചക്രവർത്തിക്ക് അറിവ് നേടാനുള്ള ഒരു ആകാംക്ഷയുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു ചോദ്യം. ബീർബൽ സമാജ് കെ, ബീർബൽ സമൂഹത്തിലെ, കാക്കയുടെ അർത്ഥം ൻ്റെ, ഉടെ, ഉള്ള, ലെ, ഇതിലേതെങ്കിലും ഒരു അർത്ഥമാണ് ആവശ്യം വരിക. സമൂഹത്തിലെ, വിഭിന്ന, വ്യത്യസ്തമായ അല്ലെങ്കിൽ വിഭിന്ന പ്രകാർ കെ ലോകം കോ, വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളെ, പല പ്രകാരത്തിലുള്ള ജനങ്ങളെ, ദർബാർ മേം, രാജസദസ്സിൽ, ബുലാ ലായ, വിളിച്ച് കൊണ്ടുവന്നു. കാരണം, ഇതിൻ്റെ കാരണം, ക്യാ ഹോഗ, എന്ത് ആയിരിക്കും. ഉത്തരം, ബീർബൽ സമജ് താഥ, ബീർബൽ മനസ്സിലാക്കുമായിരുന്നു. കണ്ടോ, താഥ എന്ന് വരുമ്പോൾ ചെയ്യുമായിരുന്നു എന്നാണ് അർത്ഥം. എന്നാൽ താ കഴിഞ്ഞിട്ട് ഹേ ആണ് വരുന്നെങ്കിലോ, നു, ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് പട് താ ഹെ എന്നാണെങ്കിൽ പഠിക്കുന്നു, ലിഖ് താ ഹെ എഴുതുന്നു. എന്നാൽ അത് പട് താഥ എന്നാകുമ്പോൾ പഠിക്കുമായിരുന്നു, ലിഖ് താഥ എന്ന് പറഞ്ഞാൽ എഴുതുമായിരുന്നു. ഈ ധ വരുമ്പോഴൊക്കെ ഒരു ആയിരുന്നു, ഒരു ഇരുന്നു എന്നൊരർത്ഥം വരും. ഒന്നുകിൽ ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നർത്ഥമാണ് ധ എന്നതിനിക്ക്. ബീർബൽ മനസ്സിലാക്കുമായിരുന്നു, കി എന്തെന്നാൽ, ഇടത്താണ് വള്ളി, എന്തെന്നാൽ, ഹർ ഏക്ക്, എല്ലാ, ഓരോ എന്നും അർത്ഥം വെക്കാം. എല്ലാ ഓരോ വ്യക്തിയും എന്ന് പറയും പോലെ. ഹറേക്ക് വ്യക്തിയുമേ,
ഓരോ വ്യക്തിയിലും, മേം എന്നുള്ളതിന് ഇൽ, ഓരോ വ്യക്തിയിലും കുച്ച് നാ കുച്ച് ഹുനർ ഹെ, എന്തെങ്കിലുമൊക്കെ ഹുനർ, സാമർഥ്യം, ഓരോ വ്യക്തിയിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് ഹൈം ഉണ്ട്. ഹെ എന്നതിന് രണ്ടർത്ഥമാണ്, ആകുന്നു എന്നും ഉണ്ട് എന്നും അർത്ഥമുണ്ട്. ഹേ ആകുന്നു, ഉണ്ട്. ഈ ആകുന്നു എന്നത് തന്നെയാണ് ആണ് എന്നും പറയുമ്പോൾ അത് രണ്ടും ഒന്നാണ്. ഇതെൻ്റെ പേനയാണ്, അത് തന്നെയാണ് ഇതെൻ്റെ പേനയാകുന്നു. അപ്പോൾ ആകുന്നു, ഉണ്ട് എന്നർത്ഥം വരുന്നു. ഓരോ പ്രത്യേക തരത്തിലുള്ള സ്കില്ലുണ്ട്. മാനവ്, മനുഷ്യൻ, അപ്പിനെ തൻ്റെ ആസ് പാസ് കെ, ചുറ്റുപാടുമുള്ള, തൻ്റെ ചുറ്റുവട്ടവുമുള്ള അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ള, ലോഗോംസെ, ജനങ്ങളിൽ നിന്ന്, കുച്ച് നാ കുച്ച്, എന്തെങ്കിലുമൊക്കെ, സീഖ് സക്ത ഹെ, മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്. മനുഷ്യന് തൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്ന് കുച്ച് നാ കുച്ച് സീഖ് സക്ത ഹെ, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള അറിവുകൾ നാം നേടിയെടുക്കുന്നു. പലർക്കും പല അറിവായിരിക്കും. ബീർബൽ ബാദ്ഷാഹ് അക്ബർക്കോ, ചക്രവർത്തിയായ അക്ബറിന്, അവിടെ കോക്കിന് എന്നാണ് അക്ബറിന്, ഏ ബാത്തേം, ഈ കാര്യങ്ങളൊക്കെ, സമച്ചന മനസ്സിലാക്കുക, സംഛാന മനസ്സിലാക്കിക്കുക, പഠന പഠിക്കുക, പഠാന പഠിപ്പിക്കുക, അങ്ങനെ മനസ്സിലാക്കിപ്പിക്കാൻ ചാഹ്താഥ ആഗ്രഹിക്കുമായിരുന്നു. നോക്കൂ മറ്റൊരു ക്വസ്റ്റ്യൻ. ഹമേഷ ഹി സിക്താഹും, ഞാൻ എപ്പോഴും പഠിക്കുന്നു. ഇസ്സെ, ഈ വാക്കിൽ നിന്ന്, ക്യാ അല്ലെങ്കിൽ ഈ വാക്കിൽ നിന്നുമുള്ള മത്ലബ്, ഉദ്ദേശം എന്താണ്? ഇതിനോട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മത്ലബ്, ഉദ്ദേശം എന്താണ്? ഇസ്ക മത്ലബ് ഹെ, ഇതിൻ്റെ ആശയമാകുന്നു കി എന്തെന്നാൽ, മാനവ്, മനുഷ്യൻ, മൃത്യു തക്ക്, മരണം വരെ, കുച്ച് നാ കുച്ച്, എന്തെങ്കിലുമൊക്കെ, സീക്താ രഹ്താ ഹെ, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനവ് കാ ജ്ഞാൻ, മനുഷ്യൻ്റെ അറിവ്, കഭി, ഒരിക്കലും, സമ്പൂർണ്ണ നഹി ഹോത്ത, പൂർണ്ണമാവുകയില്ല. ഹമേഷ, എപ്പോഴും, ഉസ്സെ, അവന്, കുച്ച് സീഖ്നേക്കി, ചിലത്, കുറച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ കുച്ച് സീഖ്നേക്കോ, കുറച്ച് പഠിക്കാൻ, ബാക്കി രഹ്താ ഹെ, ബാക്കിയുണ്ടായിരിക്കും. എത്ര പഠിച്ചാലും സമൂഹത്തിൽ ഇനിയും അവൻ പഠിക്കാത്തതായിട്ട് ചിലത് ബാക്കിയുണ്ടാകും. മറ്റൊരു ക്വസ്റ്റ്യൻ. യഹ് ബൂഢി മഹിള, ഈ യഹ് എന്നതിന് ഇവൻ, ഇവൾ, ഇത്, ഈ നാലർത്ഥം വരുന്നുണ്ട്. അതിൽ ഈ എന്നർത്ഥമാണ് ഇവിടെ. യഹ് ബൂഢി മഹിള, ഈ വൃദ്ധയായ സ്ത്രീ, കിൻ കിൻ കി, ആരുടെയെല്ലാം, കിൻ കിൻ കി, ആരുടെയെല്ലാം, പ്രതിനിധി ഹോ സക്തി ഹെ, പ്രതിനിധിയായി മാറുന്നു, അല്ലെങ്കിൽ ആരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു, ആരുടെയൊക്കെ പകരമാക്കി നിർത്താൻ പറ്റും. അതായത് ഈ പാഠത്തിൽ ഈ സ്ത്രീയെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ഏതെല്ലാം കഥാപാത്രങ്ങളുടെ പകരമായിട്ടാണ് ഈ സ്ത്രീയെ അവതരിപ്പിക്കുന്നത്? ഉത്തരം, എഹ് ബൂഢി മഹിള, ഈ വൃദ്ധയായ സ്ത്രീ, മാതാ ഉംകി, എല്ലാ അമ്മമാരുടെയും പ്രതിനിധിയാകുന്നു. ഓരോ അമ്മമാരും തൻ്റെ മക്കൾക്ക് ഗുരുനാഥയായിരിക്കും. ഓരോ മക്കളോടും അമ്മമാർ വളരെ വിനയത്തോടെ, താഴ്മയോടെ, വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതും അതുപോലെ തന്നെ അവർക്കുള്ള അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും. മാം ഹി, അമ്മ തന്നെയാണ്, സബ് ഖി, എല്ലാവരുടെയും, പെഹലി, ആദ്യത്തെയും, പെഹലി ഔർ, രണ്ട് കാര്യം പറയാനാണ്. പെഹലി ഔർ ശ്രേഷ്ഠ, ആദ്യത്തെയും ശ്രേഷ്ഠ, ഏറ്റവും ശ്രേഷ്ഠവുമായ, ഗുരു ഹെ, ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ, അമ്മ തന്നെയാണ് എല്ലാവരുടെയും ആദ്യത്തെയും അതുപോലെ ഏറ്റവും ശ്രേഷ്ഠവുമായ ഗുരുനാഥ. ഒരുപാട് കാര്യങ്ങൾ അമ്മയിലൂടെയാണ് നമ്മൾ പഠിച്ചത്. പിന്നീടാണ് അറിവ് നേടുന്ന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. മറ്റൊരു ചോദ്യം. ഇസ്മേം, ഇതിൽ മുഖ്യ പാത്ര, പ്രധാന കഥാപാത്രങ്ങൾ, കോൻ ഹെ, ആരെല്ലാമാകുന്നു? ഉൻകി വേഷ്ഭൂഷ, അവരുടെ വേഷവിധാനം, കൈസി ഹെ, എങ്ങനെയൊക്കെയാകുന്നു? ഇസ്മേം, ഇതിൽ മുഖ്യമായിട്ടും തീൻ പാത്ര ഹെ, 3 കഥാപാത്രങ്ങൾ ഹൈം ഉണ്ട്. ബാദ്ഷാഹ് അക്ബർ, 1 ചക്രവർത്തിയായ അക്ബർ, 2 ബീർബൽ ഔർ ബൂഢി മഹിള, ബീർബലും വൃദ്ധയായ സ്ത്രീയും. ബാദ്ഷാഹ് കി വേഷ്ഭൂഷ, ചക്രവർത്തിയുടെ വിധാനം, ഡ്രസ്സിംഗ്, രാജകീയ ഹെ, രാജകീയമാണ്. രാജസി കുർത്ത, രാജകീയ ഷർട്ടും അതുപോലെ തന്നെ പൈജാമയും, അതൊരു തരം നീളത്തിലുള്ള
ഡ്രസ്സാണ്. നമ്മളെ നാട്ടിലുള്ള ഷർട്ട് പോലെയല്ല, പ്രത്യേകിച്ച് കാൽമുട്ട് വരെയൊക്കെ നീളമുള്ള രീതിയിലുള്ള ഒരു വസ്ത്രമാണ്. അതുപോലെ തന്നെ സിർപ്പർ തലയിൽ, രാജസി പകിടി രാജകീയമായ തലപ്പാവ്, കിരീടം എന്നും അർത്ഥം വെക്കാം. അതുപോലെ തന്നെ കിരീടം വെക്കുന്ന സമയത്ത് കിരീടത്തിന് നമ്മൾ ശരിക്കും പറയുന്നത് താജ് എന്നാണ്. പക്ഷേ ഇവിടെ ഡ്രസ്സ് കൊണ്ട് തന്നെ, അതുപോലെ കപ്പട വസ്ത്രം കൊണ്ട് തന്നെ പ്രത്യേകമായ തലപ്പാവ് ഉണ്ടാക്കാറുണ്ട്. അതിനാണ് നമ്മൾ പഗടി എന്ന് പറയുന്നത്. തൽവാർ വാള്, കമർപ്പർ തൻ്റെ അരഭാഗത്ത്, ടാങ്ക് രഹി ഹേ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അരഭാഗത്ത് വാള് തൂക്കിയിട്ടിട്ടുണ്ട്. ആഭൂഷൺ പെഹനേഹെ ആഭരണങ്ങളും പെഹനേഹെ ധരിച്ചിട്ടുണ്ട്. ബീർബലിനെ ബീർബൽ വിദ്വാനോക്കെ പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ വിദ്വാനോക്കെ സമാൻ പണ്ഡിതന്മാരെ പോലെ, സമാൻ എന്ന പോലെ, ബീർബൽ പണ്ഡിതന്മാരെ പോലെ വേഷ് ധാരൺ കിയാ ഹെ വേഷം ധരിച്ചിട്ടുണ്ട്. ബൂഢി മഹിള വൃദ്ധയായ സ്ത്രീയോ സൽവാർ പൈജാമ പഹൻ രഖി ഹെ ഒരു സൽവാർ പൈജാമ എന്ന ഡ്രസ്സുമാണ് ധരിച്ചിട്ടുള്ളത്. ഇസ് കഹാനിക്ക് കിച്നെ പ്രസംഗ ഹെ ഈ കഥാഭാഗത്തിൽ എത്ര പ്രധാനപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. വേ അവ കോൻ കോൻ സേ ഹെ. കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൻ കോൻ എന്നാണെങ്കിൽ ആരെല്ലാം. പക്ഷേ ഐഫനിട്ട് സ അല്ലെങ്കിൽ സേ എന്ന് കൊടുത്താൽ പിന്നെ അർത്ഥം മാറുകയാണ്. കോൻ ആര് എന്നും കോൻസ എന്ന് പറഞ്ഞാൽ ഏത് എന്നുമാണ്. അപ്പോൾ കോൻ കോൻസ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഹെ ആകുന്നു, സന്ദർഭങ്ങൾ ഏതെല്ലാം. ഇസ് കഹാനിക്ക് ഈ കഥയിലെ മുഖ്യ ദോ പ്രസംഗ് ഹെ പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളാകുന്നു, അല്ലെങ്കിൽ ഈ കഥയിൽ പ്രധാനമായിട്ടും 2 സന്ദർഭങ്ങളാകുന്നു. പെഹല ആദ്യത്തേത്, രാജ് ദർബാർമേം രാജ സദസ്സിൽ ബാദ്ഷാഹ് വിദ്വാനോംകോ ചക്രവർത്തിയായ വിദ്വാനോംകോ പണ്ഡിതൻ ബാദ്ഷാഹ് വിദ്വാനോംകോ ദേഖ് രഹേ ഹെ. ഇവിടെ ശ്രദ്ധിക്കാം, ഇസ് കഹാനിക്ക് ഈ കഥയുടെ മുഖ്യ ദോ പ്രസംഗ് ഹെ 2 ഇസ് കഹാനിക്ക് മുഖ്യ ദോ പ്രസംഗ് ഹെ ഈ കഥാഭാഗത്തിൽ മുഖ്യമായിട്ടും ദോ പ്രസംഗ് ഹെ 2 സന്ദർഭമാണ്. പെഹല 1, രാജ് ദർബാർമേം ബാദ്ഷാഹ് രാജ കൊട്ടാരത്തിൽ ചക്രവർത്തി വിദ്വാനോംകോ പണ്ഡിതന്മാരെ ദേഖ് രഹേ ഹെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം. ദൂസര രണ്ടാമത്തേത്, അല്ലെങ്കിൽ ദൂസര പ്രസംഗമേം രണ്ടാമത്തെ സന്ദർഭത്തിൽ ബീർബൽ സമാജ് കെ സമൂഹത്തിലെ, സൊസൈറ്റിയിലെ വിഭിന്ന തരഹ്ക്ക്, ഇവിടെ തബ്കോ എന്നുള്ളത് അച്ചടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വിഭിന്ന തരഹ്ക്ക് എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത്. തരഹ് എന്ന് പറഞ്ഞാൽ തരത്തിലുള്ള, വിഭിന്ന തരഹ്ക്ക് ലോകോംകോ വ്യത്യസ്ത തരത്തിലുള്ള ലോകോംകോ ആളുകളെ, ദർബാർമേം രാജ സദസ്സിലേക്ക്, അല്ലെങ്കിൽ ഉപസ്ഥിതി കർത്തേ ഹെ ഹാജരാക്കുന്നു, കൊണ്ടുവരുന്നു. ഇതാണ് രണ്ടാമത്തെ സന്ദർഭം. നോക്കൂ, പ്രത്യേക പ്രസംഗമേം ഓരോ സന്ദർഭത്തിലും ഇസ് കഹാനിക്ക് പാത്രോം കെ ബീച്ച് ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ, ബീച്ച് കഥാപാത്രങ്ങളുടെ ഇടയിലുള്ള സംവാദ് സംഭാഷണങ്ങളൊക്കെ ക്യാ ഹോഗ എന്തെല്ലാമായിരിക്കും. ഓരോ സന്ദർഭത്തിനും ഓരോ സംഭാഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ കിസി ഏക്ക് പ്രസംഗക്ക ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുള്ള സംവാദ് തയ്യാർ കരയും സംഭാഷണത്തെ തയ്യാറാക്കുക. നോക്കൂ, ബാദ്ഷാഹ് ചക്രവർത്തി വിളിക്കുകയാണ് ബീർബൽ ഇൻ സബ് കാ ക്യാ മത്ലബ് ഹൈ ഈ കാണുന്നത് കൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്. ബീർബലിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇൻ സബ്ക ഇവിടെ ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, ഇൻ സബ്ക ഇവയെല്ലാം കൊണ്ട് ക്യാ മത്ലബ് ഹെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. മേരാ മഹൽ എൻ്റെ കൊട്ടാരം, രാജ്യ കി ആധി ജനദാസെ രാജ്യത്തിൻ്റെ ആധി പാതി, ജനദാസെ ജനങ്ങളെ കൊണ്ട് ഭർദിയ നിറച്ചിരിക്കുന്നു. ബീർബൽ മാഫി ചാഹ്താഹും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചാലും. ജഹാം പനാഹ് എന്നത് മുഗൾ ചക്രവർത്തിമാരെ വിളിച്ചിരുന്ന ഒരു അഭിസംബോധന വാക്കാണ് ജഹാം പനാഹ്. മെനേത്തോ ഞാൻ ആപ്കെ ആദേശോം കാ താങ്കളുടെ നിർദ്ദേശങ്ങളെ പാലൻ കിയാഹെ അനുസരിച്ചിട്ടുണ്ട്, അത്രമാത്രം. ബാദ്ഷാ തോ എങ്കിലും യേ സബ് ഇവയെല്ലാം. ബീർബൽ ഹുസൂർ യജമാനനെ ഗുസ്താഖി മാഫ് ഹോ ധിക്കാരമായി പോയെങ്കിൽ മാഫ് ഹോ അങ്ങ് ക്ഷമിച്ചാലും. ബാദ്ഷാ
ചക്രവർത്തി ഫർമായിയെ, വിശദീകരിക്കൂ. ബീർബൽ, യഹാം മൗജൂദ്, ഇവിടെ ഹാജരായിട്ടുള്ള ഹർ വ്യക്തി, ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും കുച്ച് നാ കുച്ച് ഹുനർ ഹെ, എന്തെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹുനർ ഹെ, സ്കില്ലുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായ അറിവുകളുണ്ട്, കഴിവുകളുണ്ട്. ജോ അവ ദൂസരും കോ, അവർക്കറിയുന്ന ആ കാര്യങ്ങൾ ദൂസരും കോ, മറ്റുള്ളവർക്ക് കുച്ച് സിഖാ ബി സക്തേ ഹെ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് കഴിയും. അങ്ങനെയുള്ള ആളുകളെയാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവരിൽ നിന്ന് താങ്കൾക്ക് ചില അറിവുകൾ പഠിപ്പിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. പിന്നെ പോൾ ഖുൽഗയ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭാഷണം ഉണ്ടാക്കാനുള്ളൊരു ഭാഗമുണ്ട്. അതിലുള്ള ഹിന്ദിയും മലയാളവും ചേർത്ത് തന്നതാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഹിന്ദി പ്രത്യേകം നോക്കുക, അതിനനുസരിച്ച് മലയാളവും വായിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം, ആളുകളെ വേഷവിധാനം നോക്കിക്കൊണ്ടല്ല തിരിച്ചറിയേണ്ടത്. ഓരോ വ്യക്തിയിലുമുള്ള കഴിവിനെ സൂക്ഷ്മമായി മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് മനസ്സിലാക്കണമെങ്കിലും നമ്മിൽ പ്രത്യേകമായ കഴിവുണ്ടാവണം. ഒരാളെ ശരിക്കും മനസ്സിലാക്കി അദ്ദേഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുക എന്ന് പറയുന്നതും ശരിക്കും അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെ തന്നെ നമുക്കറിയാം, ചിത്രത്തിൽ ഒരു വ്യക്തി, വായിക്കാൻ അറിയാത്തൊരു വ്യക്തി ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് നല്ല വേഷത്തിൽ തലപ്പാവൊക്കെ ധരിച്ച ഒരാൾ വരുന്നത് കാണുന്നത്. അദ്ദേഹം വിചാരിച്ചു, തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കഴിയും, എനിക്ക് ഇത് വായിച്ചു തരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കത്ത് മുझे कौन സിക്ക പഠിക്കർ സുനായക, ആരാണ് എന്നെ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ വരുന്നത് അദ്ദേഹം കാണുന്നത്. ഷായദ്, ഒരു പക്ഷേ വോ ആത്മീ, ആ മനുഷ്യന് മേരി മദത് കർ സകേക, എന്നെ സഹായിക്കാനായേക്കാം. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അടുത്തെത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, മാഫ് കർണ യാർ, ക്ഷമിക്കൂ സഹോദര, സുഹൃത്തെ, മുझे പഠന നഹി ആത്ത, എനിക്ക് വായിക്കാൻ അറിയില്ല. പഠന എന്നതിനിക്ക് പഠിക്കുക എന്നും അർത്ഥമുണ്ട്, വായിക്കുക എന്നും അർത്ഥമുണ്ട്. അതുപോലെ ആത്ത, ആന എന്നാണ് ഉദ്ദേശിച്ചത്. പഠന നഹി ആത്ത, അതിന് വരിക എന്ന് മാത്രമല്ല, അറിയുക എന്നൊരർത്ഥം കൂടിയുണ്ട്. മുझे ഹിന്ദി നഹി ആത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയും പോലെ. അപ്പം എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, തുമ്നെ, നിങ്ങൾ സർപ്പർ, തലയിൽ, പകടി ജോ ബാന്തി ഹെ, വലിയ തലപ്പാവൊക്കെ ബാന്തി ഹെ, കെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ അത് കെട്ടിയത് എന്നർത്ഥം, നിങ്ങൾക്ക് വിവരമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. സ്വച്ഛ, ഞാൻ ചിന്തിച്ചു, കി എന്തെന്നാൽ തും വിദ്വാൻ ഹോ, നിങ്ങൾ വലിയ പണ്ഡിതനാകും. ഉടനെ തന്നെ അദ്ദേഹം, ഈ തൊപ്പി ധരിച്ചതാണ് പ്രശ്നമെങ്കിൽ ഇത് നിങ്ങളുടെ തലയിൽ വെച്ച് തരാം. അതായത് തൊപ്പി ധരിച്ചവർക്കൊക്കെ പണ്ഡിതനാകാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ തൊപ്പി ഞാൻ നിങ്ങളുടെ തലയിൽ വെച്ച് തരാം, എന്നിട്ട് നിങ്ങൾ സ്വയം അങ്ങ് വായിച്ചു നോക്കൂ, അപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാവുക എന്ന രീതിയിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. തോ എങ്കിൽ യഹ് പകടി, ഈ തലപ്പാവ്, തും റഖ്ലോ, നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, എന്നിട്ട് ഖുദ് പഠോ, സ്വയം പഠിച്ചോളൂ. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓരോ വ്യക്തിയെയും മനസ്സിലാക്കേണ്ടതിൻ്റെ മാനദണ്ഡം വേഷവിധാനങ്ങളല്ല എന്ന്. മറ്റൊരു ചോദ്യം, ഇന്തിസാം കർണ എന്നതിൻ്റെ സമാനാർത്ഥ ശബ്ദ്, സമ അർത്ഥം വരുന്ന വാക്ക് ചുൻകർ തെരഞ്ഞെടുത്തുകൊണ്ട് ലിഖേം, എഴുതുക. ആരംഭ കർണ എന്നാണോ, പ്രബന്ധ കർണ എന്നാണോ, പ്രതീക്ഷ കർണ എന്നാണോ? ഇന്തിസാം കർണ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ്. അതിൻ്റെ ഹിന്ദി പ്രബന്ധ കർണ എന്നാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്തിസാർ കർണ എന്നൊരു വാക്കുണ്ട്, പ്രതീക്ഷിക്കുക. ആ ഇന്തിസാർ കർണ എന്നാണെങ്കിൽ അതിൻ്റെ സമാനാർത്ഥി ശബ്ദ് പ്രതീക്ഷ കർണ എന്നാണ്. ഇവിടെ മാറരുത്, ഇന്തിസാം കർണ എന്നതായതുകൊണ്ട് പ്രബന്ധ കർണ. അടുത്ത് നോക്കൂ, മറ്റൊരു ചോദ്യം, മേ ബഹുത് ചതുർ നഹി ഹൂം, ഞാനത്ര സമർത്ഥനൊന്നുമല്ല. കോൻ, ആരാണത്? ആരാണ് അങ്ങനെ പറഞ്ഞത്? ബീർബലാണോ, അക്ബറാണോ, വിദ്വാൻ ലോക്, പണ്ഡിത ലോകമാണോ, ആളുകളാണോ? ഇവിടെ അക്ബർ ചക്രവർത്തിയാണ് ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ നോക്കൂ നിങ്ങൾ, സഹി മിലാൻ കർക്കെ, ശരിയായ രൂപത്തിൽ, അതായത് മാച്ച് ദ ഫോളോയിങ് അറിയാം. സഹി ശരിയായ രൂപത്തിൽ, മിലാൻ കർക്കെ ചേർത്തുകൊണ്ട്, ഖംബ കോളത്തെ, ഭരിയെ ഫില്ല് ചെയ്യുക. കോൺ സിഖായേക എന്നതിലേക്ക് സ്യൂട്ടാവുന്നത് ബി പാർട്ടിലുണ്ട്, കണ്ടെത്തണം. വിദ്വാനു കെ സമൂഹ് മേം ബഹുത്ത് മാ നഹി ചാഹ്ത, ഇവിടെ ചതുർ നഹി ഹൂം, बहुत सी ऐसी चीज़ें हैं जिनके बारे में चर्चा में मग्न बादशाह शाहमशाह अकबर को. നോക്കൂ,
കോൺ സിഖായേഗ, അതിൻ്റെ ശരി ഷാഹംഷാ അക്ബർക്കോ. നോക്കൂ, ഷാഹംഷാ അക്ബർക്കോ കോൺ സിഖായേഗ. വിദ്വാനോ കെ സമൂഹ് എന്നതിൽ വന്നതിന് ശേഷം വിദ്വാനോ കെ സമൂഹ് ചർച്ചാ മേ മഗ്ന, പണ്ഡിത സമൂഹം ചർച്ചയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേ ബഹുത്ത്, ഞാൻ വളരെയധികം, ചതുർ നെഹിഹും, സമർത്ഥനൊന്നുമല്ല. മേ നഹി ജാൻത, എനിക്കറിയുമായിരുന്നില്ല. ബഹുത്ത് സി, ഒത്തിരി, ഐസി ചീസോ ഹെ, അതായത് മേ നഹി ജാൻത, എനിക്കറിയാത്തതായിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരേമേം, അവകളെക്കുറിച്ച്. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇത് അർത്ഥം വെക്കുമ്പോൾ ഏത് രീതിയിൽ വെച്ചാൽ മതി? ഇവിടെ അർത്ഥം വെക്കുന്ന സമയത്ത് ബഹുത് സി ഐസി ചീസേ ഹെ, ഒത്തിരി അത്തരം കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരേമേ മേ നഹി ജാൻത, അതിനെക്കുറിച്ച് എനിക്കറിയുമായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം, നിമ്നലിഖിത് ഗദ്യാംശ ഗദ്യഭാഗം ധ്യാൻ സെ, ശ്രദ്ധയോടെ ദേഖിയെ, നോക്കൂ, എന്നിട്ട് പ്രശ്നോ കെ ഉത്തർ, ചോദ്യങ്ങളുടെ ഉത്തരം ലിഖ്നെ കെ ലിയെ, എഴുതുന്നതിന് വേണ്ടി കോശിഷ് കരെ, ശ്രമിക്കുക. ഇത് പാഠഭാഗത്തിലുള്ള ഒരു പാരഗ്രാഫാണ്. അഗലി സുബഹ് ജബ് ഷാഹംഷാഹിനെ ദർബാർ മേ പ്രവേശ് കിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരുന്ന ഒരു ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷമാണ് ചോദ്യത്തിലേക്ക് വരേണ്ടത്. ഷാഹംഷാ അക്ബർ ദർബാർ മേ പ്രവേശ് കിയാത്തോ, ചക്രവർത്തി ദർബാറിലേക്ക്, രാജസദസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ एक विचित्र दृश्यने, ഒരു വിചിത്രമായ ദൃശ്യം, ഉൻകാ സ്വാഗത് കിയ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ദൃശ്യ, ആ ദൃശ്യം, കാഴ്ച, ക്യാഥ, എന്തായിരുന്നു, അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വഹാം, അവിടെ, ബച്ചെ ഔർ ബുജുർഗദെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ദർബാർ തരഹ് ആ രാജസദസ് പലതരത്തിലുള്ള ലോകോംസെ, ജനങ്ങളാൽ, ഭരാഹുവാദ, നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വഹാം, അവിടെ, ബച്ചെ ഔർ ബുജുർഗദെ, കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ടായിരുന്നു. ഗൃഹിണിയാം, കുടുംബിനികളുണ്ടായിരുന്നു. ധോബിനെയും, അലക്കുകാരികളുണ്ടായിരുന്നു. കിസാൻ, കർഷകരുണ്ടായിരുന്നു. കച്ചറ ബീനിനെ വാലെ, വേസ്റ്റ് പെറുക്കുന്നവരുണ്ടായിരുന്നു. ദുഖാൻദാർ, കച്ചവടക്കാരുണ്ടായിരുന്നു. ലിപിക്, ക്ലർക്കുമാരുണ്ടായിരുന്നു. മൂർഖ്, വിഡ്ഢികളുണ്ടായിരുന്നു. ജ്ഞാനി, പണ്ഡിതന്മാരുമുണ്ടായിരുന്നു. ഓർ ബി ന ജാനെ, പിന്നെ അറിയില്ല. കിത്തിനി തരഹ്ക്കെ ലോകത്തെ, എത്ര തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു എന്നത്. മറ്റൊരു ചോദ്യം, ദർബാർ കാ ദൃശ്യ, രാജസദസ്സിലെ ആ കാഴ്ച, ദേക്കർ കണ്ടിട്ട്, ഷാഹംഷാ അക്ബർ ചക്രവർത്തി ഗരജ്തെ ഹുയെ, ഗർജിച്ചുകൊണ്ട്, ക്യാ കഹ, എന്താണ് പറഞ്ഞത്. പറയുന്നത് ഇതാണ്. ബീർബലിനെ വിളിച്ചിട്ട് പറയുന്നു, ബീർബൽ, ഇൻ സബ്ക ക്യാ മത്ലബ് ഹെ, ഇവയെല്ലാം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. മേരാ മഹൽ, എൻ്റെ കൊട്ടാരം, രാജകി ആധി ജനദാസെ, രാജ്യത്തിലെ പാതി ജനങ്ങളെ കൊണ്ട്, ഭർദിയ, നിറച്ചിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. മറ്റൊരു ചോദ്യം, നീച്ചെ ദിയ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഷാഹംഷാ അക്ബർ, ചക്രവർത്തിയായ അക്ബർ, കിസ്കി ഓർ, ആരിലേക്ക്, ആരുടെ ഭാഗത്തേക്ക്, മുടുക്കർ, തിരിഞ്ഞിട്ട് പോലെ പറഞ്ഞു. ആരുടെ ഭാഗത്തേക്കാണ്? ബീർബൽ കി ഓർ, ബീർബലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് പറയുന്നത്. ഷാഹംഷാ അക്ബർ, ചക്രവർത്തിയായ അക്ബർ, ക്യാ ദേഖ് രഹേ ദേ, എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ വിദ്വാനോ കെ സമൂഹക്കോ ദേഖ് രഹേ ദേ, പണ്ഡിതന്മാരുടെ സമൂഹത്തെയാണ് ദേഖ് രഹേ ദേ നോക്കിക്കൊണ്ടിരുന്നത്. ഷാഹംഷാ അക്ബർ ബീർബൽ സെ ക്യാ ബോലെ, ചക്രവർത്തിയായ അക്ബർ ബീർബലിനോട് ക്യാ ബോലെ, എന്താണ് പറഞ്ഞത്. ഇതാ, ബീർബൽ കി ഓർ മുഡ്കർ ബോലെ, ബീർബലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു. ബീർബൽ മേ ബഹുത്ത് ചതുർ നഹി ഹൂം, ഞാൻ അത്രമാത്രം പണ്ഡിതനൊന്നുമല്ല. ബഹുത്ത്, അല്ലെങ്കിൽ സമർത്ഥനൊന്നുമല്ല. ബഹുത് സി ഐസി ചീസേ ഹെ, ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരേമേ, അവകളെക്കുറിച്ചൊന്നും, അവകളെ സംബന്ധിച്ചൊന്നും, മേ നഹി ജാൻത, എനിക്കറിയില്ല. മേം, ഞാൻ, ഹർ ചീസ് കോ, ഓരോ കാര്യത്തെയും, സീഖ്ന, പഠിക്കാൻ, ചാഹ്താഹും, ആഗ്രഹിക്കുന്നു. കൽ സെ, നാളെ മുതൽ, മേരി പഠായി, എൻ്റെ എഡ്യൂക്കേഷൻ, ശുരൂഹോ, ആരംഭിക്കണം. ഇസ്ക, ഇതിനുള്ള, ഇന്തിസാം കരോ, അറേഞ്ച്മെൻറ്റ് നടത്തൂ. പിന്നെ ഗംഭീർ ചർച്ചാമേ മഗ്ന്, ഗംഭീരമായ ചർച്ചയിൽ മുഴുകി. വിദ്വാനോ കെ ഏക് സമൂഹക്കോ, പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ, ദേഖ് രഹേ ദേ, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോൻ, ആരായിരുന്നു അത്. അക്ബർ തന്നെയാണ്, അക്ബർ ചക്രവർത്തി. മറ്റൊരു സഹി മിലാൻ കർക്കെ ഖംബാബരിയെ ശരിയായ രൂപത്തിൽ ചേർത്തുകൊണ്ട് താഴെയുള്ള കോളം ഫില്ല് ചെയ്യുക. ബീർബൽ എന്നതിലേക്ക് യോജിക്കുന്നത് ബീർബൽ മന്ത്രിയാണ്.
അക്ബർ ഷാഹം ഷാ ചക്രവർത്തിയാണ്. ബൂഢിമാം, ബൂഢിമാം ഇതിലൊരു ഗുരുവിൻ്റെ രൂപത്തിലാണ് വരുന്നത്. സംഭവ് പോസിബിളായ കാര്യം എന്നത് അച്ഛ ഇൻസാൻ ബനിന, നല്ല മനുഷ്യനാവുക എന്നത് നാം വിചാരിച്ചാൽ നടക്കുന്നതാണ്. എന്നാൽ അസംഭവ് ഇംപോസിബിളായ കാര്യം എന്ന് പറയുന്നത് സബ് കുച്ച് സീഖ്ന, എല്ലാം പഠിക്കുക എന്ന് തീരുമാനിക്കുന്നത് അത് അസംഭവ് ഹേ, അസംഭവ്യമാണ്. പിന്നെ ചില വാക്കർത്ഥങ്ങൾ, വേർഡ് മീനിങ്സുകൾ നൽകിയിട്ടുണ്ട്. ഇത് പ്രത്യേകം വീഡിയോ പോസ് ചെയ്ത് വാക്കർത്ഥങ്ങളൊക്കെ സൂക്ഷ്മമായി നോക്കി ആവശ്യമുള്ളതൊക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓരോ അർത്ഥഭാഗങ്ങളും പ്രത്യേകം നോക്കുക. ഓരോ ചാപ്റ്ററിലും ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എത്ര അർത്ഥം നമ്മുടെ കയ്യിലുണ്ടോ അത്രത്തോളം ഹിന്ദി എന്ന ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അർത്ഥം പഠിക്കുമ്പോൾ രണ്ടു ഭാഗത്തേക്കും, ഹിന്ദി മലയാളം എന്ന ഭാഗത്തേക്കും മലയാളം ഹിന്ദി എന്ന് റിവേഴ്സിനും പഠിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ആ അർത്ഥത്തെ നമുക്ക് ഉപകരിക്കുക. ഈ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകൾ, വിവിധ തരം തൊഴിലുകൾ, ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്നിരുന്നു. അതിൽ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും നിങ്ങൾ അല്പാൽപമായിട്ട് പഠിക്കുക. ഒരു 5 വീതം മുഴുവൻ എഴുതി വെച്ചതിന് ശേഷം ഒരു ദിവസം ഒരു 5 എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ വളരെ ഉപകരിക്കും. ബട്ടയി എന്നാണ് വായിക്കുക. നമുക്കറിയാം കാർപ്പൻ്റർ മരയാശാരിയാണ്. ഹിന്ദിയിലുള്ളത് ഞാനൊന്ന് വായിക്കാം. സോനാർ എന്നാണ്. സമ്പാദക്, അതുപോലെ തന്നെ മാലി, ലോഹാർ, മുദ്രക്, തബ്ലച്ചി, ദലാൽ, ദർജി, ഒരു കൊക്കെ കൂടിയുണ്ട്, അഹീർ, കസായി, കൂലി, ജുലാഹ, ജാദൂഗർ, ठेकेदार, ജറാഹ എന്ന വായിക്കുക. ഒരു കൊക്കയുണ്ട്, ജറാഹ് എന്നാണ് വായിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി പാഠഭാഗത്തിലെ അഭ്യാസങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ അതൊക്കെ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ.